ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യൂട്ട് ആക്സസറിയാണ് ചെയ്യുന്നത് ക്രോഷ്യ വെച്ചിട്ട്, മൂൺ ആൻഡ് സ്റ്റാർ. അപ്പോൾ ഇത് നമുക്ക് ഹെഡ്ഫോൺസിലും അതുപോലെ തന്നെ ബുക്ക് മാർക്സൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാഗ്സിൽ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന യാൺ കോട്ടൺ ആണ്. ഹുക്ക് 3mm. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൂണാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് കളർ യാൺ ഉണ്ടെങ്കിൽ അതായിരിക്കും പെർഫെക്റ്റ്. സോ മൂൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം. അതിനുശേഷം ചെയിൻ 8. ചെയിൻ 8 കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് ചെയിൻ, അതായത് നമ്മുടെ ഹൂക്കുള്ള ചെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ 2 ടൈംസ് ആ ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ടൈംസ് നമ്മൾ ഒരു ചെയിനിൽ ചെയ്യുന്നതിനാണ് ഇൻക്രീസ് നമ്മൾ പറയുന്നത്. സോ 2 ഡബിൾ ക്രോഷ്യ ഇൻ 1 ചെയിൻ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയിനിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതായത് 3 ടൈംസ് നമ്മൾ ഈ ചെയിനിൽ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ടൈംസ് ആണ് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ അതായത് നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് അഗെയിൻ. നെക്സ്റ്റ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, അതായത് 2 ടൈംസ് ഹാഫ് ഡബിൾ ക്രോഷ്യ നെക്സ്റ്റ് ചെയിനിൽ ചെയ്യാണ്. ഇനി ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. അപ്പോൾ 2 സൈഡ്സ് സെയിം ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഫിനിഷ് ചെയ്യാം. ആ ഒരു സ്പേസിൽ തന്നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ സ്ലിപ്പ് നോട്ട് ഇട്ട് ഒന്ന് ടൈറ്റൺ ചെയ്യുമ്പം ആ ഒരു സൈഡ് ടൈറ്റൺ ആയി കിട്ടും. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. അതായത് നമ്മൾ 2 പീസാണ് ചെയ്യുന്നത്. അതിൽ ഒരു പീസിന് നമ്മൾ യാണ് കുറച്ച് ലെങ്ത് മതി. ബട്ട് ഒരു യാണിന് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ യാൺ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക്, അതായത് നമ്മൾ ലെങ്ത് കൂടിയ യാൺ കട്ട് ചെയ്ത 3 പീസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് സ്യൂ ചെയ്യണം. അതായത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം.
അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നീഡിലെടുക്കാം. എന്നിട്ട് അതിലേക്ക് യാൺ എടുത്തിട്ട് പുളി ചെയ്തെടുത്തിട്ട് നമുക്കിനി അത് 2 മൂൺസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് റോങ് സൈഡ് അകത്ത് പോയിട്ട് ആ റോങ് സൈഡ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് റൈറ്റ് സൈഡ് എപ്പോഴും പുറത്തേ വരാവുള്ളൂ. റോങ് സൈഡ് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാനായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ സൈഡ്സും. ആ ഏറ്റവും അറ്റത്ത് കാണുന്ന ആ ഒരു സ്റ്റിച്ചിൽ തന്നെ ഫുൾ നമുക്ക് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അത്. പിന്നെ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള യാൺസ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ, അതായത് ഒരു 3D എഫക്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതൊരു പഫി ആ ഒരു ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ടാത്ത കുറച്ച് യാൺസ് എന്തെങ്കിലും പീസസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് സ്യൂ ചെയ്തെടുക്കാം. ഫിനിഷ് ആയതിന് ശേഷം നമുക്ക് ഒരു സെക്യൂറായിട്ട് ജസ്റ്റ് നോട്ട് ടൈ ചെയ്തിട്ട് അതെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാറാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ കളർ ചെയ്യാൻ ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് മാജിക് റിങ് ചെയ്യണം. മാജിക് റിങ് ചെയ്തതിന് ശേഷം 2 ചെയിൻസ് ചെയ്യാം. എന്നിട്ട്
10 ഡബിൾ ക്രോഷ്യ നമുക്ക് ഈ ഒരു റിങ്ങിൽ ഉള്ളിൽ ചെയ്യണം. അതായത് 10 ടൈംസ് ഡബിൾ ക്രോഷ്യ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഡബിൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് മാർക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. കാരണം നമുക്ക് ഫൈനൽ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കൺഫ്യൂസ്ഡ് ആവത്തില്ല. ആ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്ന ഡബിൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്കത് ആ ചെയിനിൽ നമുക്കൊന്ന് സ്ലിപ്പ് സ്റ്റിച്ചിൽ ചെയ്ത് അത് ടൈറ്റേൺ ചെയ്യാം ഒന്ന്. നെക്സ്റ്റ് നമ്മൾ റൗണ്ടിൽ ചെയിൻ 3 ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഹുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അതായത് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത ചെയിനിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ചെയിനിൽ. പിന്നെ നെക്സ്റ്റ് അതായത് നമ്മുടെ ബേസായിട്ട് ക്ലോസ് ആയിട്ടുള്ള ചെയിനിൽ തേർഡ് ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയും ചെയ്യാണ്. ഇനി അത് നമുക്ക് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് അത് അറ്റാച്ച് ചെയ്യാണ്. ഈ ഒരു സ്റ്റെപ്സ് അതായത് 5 പോയിൻറ്റ്സ് നമുക്ക് അതായത് 5 ഇതേപോലത്തെ നമ്മൾ സെയിം ചെയ്യണം. ചെയിൻ 3, ദെൻ സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ചെയ്യാം. ഇനി 4 മോർ ചെയ്യണം നമ്മൾ. ചെയിൻ 3, ഹാഫ് ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്. സോ ഇത് ടോട്ടൽ നമ്മൾ 5 ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ സ്റ്റാർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് സ്റ്റാർ. ഇനി നമുക്കത് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് നമുക്കത് സെക്യൂർ ചെയ്യാം. ഇതിലും നമ്മൾ ഒരു സ്റ്റാറിന് ലെങ്ത് ഇടുക. ഒരെണ്ണത്തിന് നമുക്ക് അധികം ലെങ്ത് വേണ്ട. എന്നിട്ട് നേരത്തെ നമ്മൾ മൂൺ ചെയ്ത പോലെ തന്നെ സെയിം നമ്മൾ സ്റ്റാറും ജോയിൻ ചെയ്യണം. റോങ് സൈഡ് പുറത്ത് വന്നിട്ട് റൈറ്റ് സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഒരുമിച്ച് സീ ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു മിക്സ്ഡ് കളർ യാണാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സ് കാണുന്നത്. നിങ്ങൾക്ക് ഏത് യാൺസ് വേണം, ഏത് സ്റ്റാർ കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഏത് യാൺസ് വേണമെങ്കിലും കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് യാൺസൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക്
നേരത്തെ നമ്മൾ മൂൺ ചെയ്ത പോലെ തന്നെ സെയിം നമുക്ക് കുറച്ചും കൂടെ പഫ്നെസ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബാലൻസ് എന്തെങ്കിലും യാൺസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്യൂവ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊരു 3D എഫക്റ്റിലൊക്കെ നല്ല ഒരു കുറച്ചും കൂടെ ഒരു പഫി ആയിട്ട് കിട്ടും. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. സെയിം നമുക്കൊരു സെക്യൂറിന് വേണ്ടിയിട്ട് നോട്ട് ടൈ ചെയ്ത്, അതായത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് നമുക്ക് കുറച്ച് പാടായിരിക്കും കയറ്റാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് യാൺ കുറച്ച് സെക്യൂർ ആവും. എന്നിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് ചെയ്യാനായിട്ട് നമുക്ക്, അതായത് നമ്മുടെ സ്റ്റാറിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചെയിൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ മൂണിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത സെയിം കളർ യാൺ തന്നെയാണ് ഞാൻ ഇതിന് ചൂസ് ചെയ്യുന്നത് സ്ട്രാപ്പിനും. സോ നമുക്ക് യാൻ എടുത്തിട്ട് ഈ സ്റ്റാറിൻ്റെ ടോപ്പിൽ നമുക്കൊന്ന് ഇത് പുള്ളി ചെയ്തെടുക്കാം യാൻ. അതിന് ശേഷം നമുക്ക് ചെയിൻ ചെയ്യാം. ചെയിൻ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് അനുസരിച്ചിട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഞാനിത് ഹെഡ്ഫോൺസിൻ്റെ ഒരു ആക്സസറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനത് എൻ്റെ ആ ഒരു മെഷർമെൻറ്റിലാണ് ചെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ബുക്സ് മാർക്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിന് ഡെക്കറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ലെങ്തിൽ ചെയിൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഹെഡ്ഫോണിന് എനിക്ക് ഏകദേശം ഈ ഒരു ലെങ്ത് മതിയെന്ന് തോന്നുന്നു. സോ ഈ ഒരു ലെങ്തിൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടേതായ മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് അത്രയും വരെ ചെയിൻ എടുക്കാം. ഇനി നമുക്ക് മൂണിലിത് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മൂണിൻ്റെ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു പ്ലേസിൽ ചെയ്യാം. ഏറ്റവും അറ്റത്ത് വരണ്ട, അതിന് കുറച്ചും കൂടി ചെറിയൊരു സ്പേസ് മാറ്റിയിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും.
എന്നിട്ട് നമുക്ക് നോട്ട് നല്ലപോലെ ടൈ ചെയ്തെടുക്കാം. അതിനുശേഷം യാൺ കട്ട് ചെയ്തിട്ട് നമുക്ക് യാൺ സെക്യൂർ ചെയ്യാം. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് അത് ചെയ്തെടുത്താൽ മതി, പുള്ളി ചെയ്തെടുത്താൽ മതി യാൺ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് സെക്യൂർ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ മൂൺ ആൻഡ് സ്റ്റാർ ആക്സസറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് മാസായിട്ട് യൂസ് ചെയ്യാം, ബാഗ്സിലൊക്കെ ഇടാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ആക്സസറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് കുറച്ചും കൂടെ നല്ല കളേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള യാൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ക്യൂട്ട് പ്രൊജക്റ്റായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.